ആരാധനാലയങ്ങൾ വർദ്ധിക്കുകയും ആരാധകർ പെരുകുകയും ചെയ്യുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ആരാധന എത്ര വർദ്ധിക്കുന്നുണ്ടെങ്കിലും ആരാധനയുടെ അകക്കാമ്പും അതിൻ്റെ ഉൾത്തടവും മനസ്സിലാക്കി ജീവിക്കുന്നത് വളരെ അപൂർവമാണ്. അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി തഹജ്ജുദ് നിസ്കരിക്കുന്നവരും അതുപോലെ തന്നെ പാതിരാക്ക് എഴുന്നേറ്റ് കൊണ്ട് ദുആ ചെയ്യുന്നവരും എല്ലാ വക്ത നിസ്കാരവും ജമാഅത്തായി തന്നെ നിർവഹിക്കുന്നവരും എല്ലാ നോമ്പും അനുഷ്ഠിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ പലർക്കും സാധിക്കുമെങ്കിൽ പോലും പലരും മറ്റുള്ളവരുമായുള്ള അകന്ന് ജീവിക്കുന്നവരാണ്. അയൽവാസിയോട് പിണങ്ങിയിട്ടും കൂട്ടുകുടുംബങ്ങളോട് ബന്ധം വിച്ഛേദിച്ചിട്ടും തൻ്റെ കൂട്ടുകാരുമായി കൊണ്ടുള്ള സൗഹൃദങ്ങളൊക്കെ അവസാനിപ്പിച്ചിട്ടും അള്ളാഹുവിനോട് അടുക്കണമെന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമില്ല. ഏത് നിസ്കാരത്തയമ്പ് വരുന്ന വിധത്തിൽ പോലും അള്ളാഹുവിനോട് സുജൂദ് ചെയ്യുന്നവനും തൻ്റെ സമസൃഷ്ടികളുമായി കൊണ്ട് അകന്ന് ജീവിക്കുന്നവരാണെങ്കിൽ അള്ളാഹുവിലേക്ക് അടുത്ത് വരുന്നില്ല. സൃഷ്ടിയും തമ്മിലുള്ള ബന്ധങ്ങളെ ശക്തിപ്പെടുത്താതെ അവനനുമായി കൊണ്ടുള്ള ബന്ധങ്ങൾക്ക് സൗഹൃദ വലയങ്ങൾ ഉണ്ടാക്കാതെ അയൽവാസിയോടുള്ള കടമകളും കടപ്പാടുകൾ നിർവഹിക്കാതെ കൂട്ടുകുടുംബങ്ങളുമായുള്ള ബന്ധങ്ങളെ ശക്തിപ്പെടുത്താതെ ഭാര്യയോടും മാതാപിതാക്കളോടും ഭർത്താവിനോടും മക്കളോടുമൊക്കെയുള്ള കടമകളും കടപ്പാടുകളും നിർവഹിക്കാതെ ഷോർട്ട് കട്ടും ബൈപ്പാസും കണ്ടെത്തി അള്ളാഹുവിലേക്ക് നേരിട്ട് കൊണ്ടടുത്ത് പടച്ചവനോടെല്ലാ പ്രീതിയും നേടിക്കളയാം, പടച്ചവനിലേക്ക് അങ്ങ് അടുത്തു കളയാം എന്നുള്ളത് വ്യാമോഹം മാത്രമാണ്. അള്ളാഹു താല നമ്മെ പഠിപ്പിക്കുന്നതനുസരിച്ച് നിങ്ങൾ എവിടെയാണോ മനുഷ്യനോട് അടുത്തു നിൽക്കുന്നത് അവിടെയാണ് നിങ്ങളിലേക്ക് ഞാൻ അടുത്തു നിൽക്കുന്നത്. മനുഷ്യനോട് എവിടെയാണോ അകൽച്ച ഉണ്ടാകുന്നത് അവിടെ നിന്ന് അള്ളാഹു അകന്നു നിൽക്കുകയാണ്. ചുരുക്കത്തിൽ മനുഷ്യനും തമ്മിലുള്ള സൃഷ്ടിയും തമ്മിലുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നിടത്താണ് സൃഷ്ടാവിൻ്റെ ദയയും കരുണയും മനുഷ്യനിൽ അടിമകളിൽ വർഷിക്കുന്നത്. ആ സൃഷ്ടിയെ തിരിച്ചറിയാൻ, സൃഷ്ടിയിലെ കഷ്ടപ്പാടുകളെ മാറാൻ, അവരൻ്റെ മുഖങ്ങളെയും അവരൻ്റെ ബന്ധങ്ങളെയും ശക്തിപ്പെടുത്താൻ അള്ളാഹു നൽകിയ ഏറ്റവും നല്ല ഒരു രീതിയാണ് നോമ്പനുഷ്ഠിക്കുക എന്നത്. നോമ്പനുഷ്ഠിക്കുമ്പോഴാണ് മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകളും വിശപ്പുകളും അറിയാൻ സാധിക്കുന്നത്. എത്ര വലിയ പ്രതിഫലമുള്ള അസ്സൗമുലി വ അന അജ്സി ബിഹി എന്ന് ഖുദ്സിയ ഹദീസിലൂടെ നമ്മെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു പറയുകയാണ്, നോമ്പ് എനിക്കുള്ളതാണ്, അതിന് പ്രതിഫലം നൽകുന്നവൻ ഞാനാണ്. ഇത്രയും വലിയ മറ്റൊരു ഇബാദത്തിനെ സംബന്ധിച്ചും അള്ളാഹു പറഞ്ഞിട്ടില്ല. നിസ്കാരം എനിക്കുള്ളതാണ്, ഞാനാ പ്രതിഫലം നൽകുക എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ നോമ്പ് എനിക്കുള്ളതാണ്, പ്രതിഫലം നൽകുന്നവൻ ഞാനാണ് എന്ന് അള്ളാഹു പറയുന്നിടത്തേക്ക് നോമ്പിൻ്റെ ഗ്രാസ് റൂട്ട് വളരുകയും നോമ്പിൻ്റെ പ്രതിഫലം വർദ്ധിക്കുകയും ചെയ്യുമ്പോഴും മറ്റുള്ളവനെ കുറ്റപ്പെടുത്തി ആക്ഷേപിച്ച് അധിക്ഷേപിച്ച് കുറുമ്പും കുഞ്ഞായ്മയും അസൂയയും ശത്രുതയും പകയും വിദ്വേഷം വെച്ച് പുലർത്തി മറ്റുള്ളവരോട് അകലുകയും ചെയ്താൽ നോമ്പ് നിഷ്ഫലമാണ്. നോമ്പ് അള്ളാഹു സ്വീകരിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ പറയുന്നു, എത്ര നോമ്പുകാരാണ് പലരുടെയും നോമ്പിൻ്റെ ബാലൻസ് ഷീറ്റ് പട്ടിണി മാത്രമാണ്. അവരുടെ പട്ടിണി കൊണ്ടൊരു കാര്യം അള്ളാഹുവിനില്ല. മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കി അവരുമായി നല്ല ബന്ധം പുലർത്താതെ എതിർപ്പായി അവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തി ജനങ്ങളുടെ മുമ്പിൽ തെറ്റിദ്ധരിപ്പിച്ച് ഇബത്തും നമീമത്തും പറഞ്ഞ് നോമ്പ് അനുഷ്ഠിച്ചാൽ അവസാനം കിട്ടുന്നത് കേവലം പട്ടിണിയേ ഉള്ളൂ. പ്രതിഫലമായി നോമ്പിൻ്റെ ഒരു പ്രതിഫലം അവന് ലഭ്യമാകുന്നില്ല. അതിനർത്ഥം മനുഷ്യരിൽ നിന്ന് അകലുകയും മനുഷ്യരുടെ ബന്ധം വിച്ഛേദിക്കുകയും ചെയ്തിട്ട് നോമ്പ് കെട്ടിത്തൂക്കി ഉണ്ടാക്കേണ്ട ഒരു അമലല്ല. നോമ്പ് കാമ്പ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവരൻ്റെ സ്നേഹങ്ങളെ മനസ്സിലാക്കാനും അവരനോട് അടുക്കാനും അവരനോട് കടപ്പാടുകൾ നിർവഹിക്കാനും സാധിക്കണം. അവിടെയാണ് സമസൃഷ്ടി ബന്ധങ്ങളെയും പാരസ്പര്യത്തെയും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്ന് വ്രതാനുഷ്ഠാനം, നോമ്പ്, റമളാൻ നമുക്ക് നൽകുന്ന വലിയ സന്ദേശം. റമളാൻ്റെ ഏറ്റവും വലിയ തലം നോമ്പാണെങ്കിൽ നോമ്പിൻ്റെ ഏറ്റവും വലിയ തലം മനുഷ്യനോട് അടുത്ത് ജീവിക്കാനും മറ്റുള്ളവരോട് ദയ കാണിക്കാനുമുള്ള വലിയൊരു തലത്തെയാണ്. അള്ളാഹു ദയാലുവായ റബ്ബിൻ്റെ കരുണ കിട്ടാൻ മനുഷ്യനുമായി അടുത്ത് ജീവിക്കാനുള്ള എല്ലാ സൗഭാഗ്യങ്ങളും നമുക്ക് തരികയും നോമ്പിൻ്റെ എല്ലാ സത്തയും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.